ഇന്നത്തെ വചനത്തിലെ സുവിശേഷത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വിവാഹ ഉടമ്പടി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വിളിയാണ്. കർത്താവിൻ്റെ മണവാട്ടിമാരാണ് നമ്മൾ. കർത്താവിൻ്റെ മണവാട്ടി ഒരു ദൈവശാസ്ത്രമാണത്. കർത്താവിൻ്റെ മണവാട്ടിമാരാണ് നമ്മൾ. മണവാളൻ കർത്താവ്. ഇപ്പോൾ ഒരു മണവാട്ടി മണവാളനോട് ചേർന്ന് നിൽക്കുന്ന പോലെ ചേർന്ന് നിൽക്കാനുള്ള വിളിയാണ് നമ്മുടേത്. 1-ാം പ്രമാണവും 6-ാം പ്രമാണവും അതിൻ്റെ ലംഘനം ഒരേപോലെയാണ് കണക്കാക്കുക. കാരണം ഒരു ദൈവത്തെ വിട്ട് മറ്റൊരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് മറ്റ് സങ്കല്പങ്ങളുടെ പുറകെ പോയാൽ അത് വ്യഭിചാരം ചെയ്യുന്നത് പോലെ തന്നെയാണ് കണക്കാക്കുക. അല്ലെ, ഭാര്യ വിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട് വേറെ ആളുടെ പുറകെ പോയാൽ വ്യഭിചാരമാണെന്ന് പറയുന്നത് പോലെയാണ് സത്യദൈവത്തെ വിട്ട് വേറെ ആളുടെ പുറകെ പോയാൽ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം, കർത്താവിൻ്റെ ഒരു മണവാട്ടിയെപ്പോലെ നിന്ന് കൊടുക്കാം. മണവാട്ടിയെപ്പോലെ നിന്നാലല്ലേ മണവാളൻ്റെ സ്നേഹം മുഴുവൻ കിട്ടൂ. കുതറി ഓടാനോ അല്ലെങ്കിൽ ഒരു മർക്കടമുഷ്ടിയുള്ള ആളായിട്ടോ ഒക്കെ നിന്നാൽ എങ്ങനെ കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ സാധിക്കും? നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണ സമയം, ഏറ്റവും വിലപ്പെട്ട സമയം, ഒരു മണവാളനോട് മണവാട്ടി എങ്ങനെ വിധേയപ്പെട്ട് നിൽക്കുന്നോ അതുപോലെ ഒന്ന് നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ.